ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണ കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. ഇല്ലെങ്കിൽ ആ ഭാഗങ്ങൾ എടുത്തു കേൾക്കുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമഭദ്രായ നമഃ. ഗംഗോത്പത്തിയും കുമാരസംഭവവും. ശോണ നദിക്കരയിൽ അവർ രാത്രി കഴിച്ചുകൂട്ടി. ഗുരുവരൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് രാമലക്ഷ്മണന്മാർ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെണ്മയാർന്ന മണൽ തീരത്തുകൂടെ അവർ യാത്ര തിരിച്ചു. ഉച്ചയായപ്പോഴേക്കും പുണ്യനദിയായ ഗംഗയെ കണ്ടു. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം കഴിച്ച് തർപ്പണം നടത്തി അവിടെ തന്നെ താമസിക്കുവാൻ തീരുമാനിച്ചു. ഗംഗയിൽ രാജഹംസങ്ങൾ നീന്തി തുടിച്ചുകൊണ്ടിരുന്നു. 3 ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഗംഗാ നദി ഒരത്ഭുതമായി രാമന് തോന്നി. രാമൻ്റെ സംശയം തീർക്കാൻ മഹർഷി തീരുമാനിച്ചു. ഉണ്ണി ദേവതുല്യനായ ഹിമവാന്റെ ഭാര്യ മേരുപുത്രിയായ മേനയാണ്. മേനയ്ക്ക് 2 പുത്രിമാർ ജനിച്ചു. മൂത്തവൾ ഗംഗ, ഇളയവൾ ഉമ. ഗംഗയെ ദേവന്മാർ വരിച്ചു. ധർമ്മം പ്രചരിപ്പിക്കാനായി പിതാവ് ദേവന്മാർക്ക് ഗംഗയെ നൽകി. ഉമയാകട്ടെ ഉഗ്ര തപസ്സു ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ചു. പരമശിവൻ ഉമയെ സഹധർമ്മിണിയായി സ്വീകരിച്ചു. സർവ്വലോകങ്ങളും നമസ്കരിക്കുന്ന ദേവിമാരാണിവർ. പുണ്യനദികളിൽ വെച്ച് അദ്വിതീയമായ ഗംഗ 3 ലോകങ്ങളിലും ചുറ്റി സമുദ്രത്തിലെത്തുന്നു. പാർവതിയെ വിവാഹം ചെയ്ത പരമശിവൻ സന്തോഷത്തോടെ ഉല്ലസിച്ചു കഴിഞ്ഞു. വത്സരങ്ങൾ ഏറെ കടന്നിട്ടും അവർക്ക് പുത്രന്മാരുണ്ടായില്ല. മഹേശ്വരൻ്റെ തേജസ് സന്താനമായി വന്നാൽ ആർക്കും താങ്ങാനാവില്ല എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ പരമശിവനെ തന്നെ അഭയം പ്രാപിച്ചു. ഇളകിക്കഴിഞ്ഞ തേജസ് ഭൂമിദേവി താങ്ങും എന്നവർ മഹേശ്വരനോട് പറഞ്ഞു. മഹേശ്വരൻ അത്യുഗ്ര തേജസ് ഭൂമിയിലേക്ക് വിട്ടു. വായുവും അഗ്നിയും അതോടൊപ്പം ചേർന്ന് ഒരു വെൺമാമലയായി രൂപമെടുത്തു. അവിടെ പുല്ലുകൾ വളർന്ന് ശരവണമുണ്ടായി. എന്നാൽ ഉമാദേവിയുടെ കണ്ണുകൾ ചുവന്നു. അമ്മയാകണം എന്ന തൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിന്ന ദേവന്മാരുടെ പത്നിമാർ വന്ധ്യയാകട്ടെ എന്ന് ദേവി ശപിച്ചു. തൻ്റെ പുത്രഭാഗ്യത്തെ തടുത്ത ഭൂമിദേവിയെ അനേകരുടെ ഭാര്യയാകട്ടെ എന്നും സന്താനഭാഗ്യമുണ്ടാകാതെ പോകട്ടെ എന്നും ശപിച്ചു. പാർവതീദേവിയും ഒന്നിച്ച് പരമശിവൻ തപസ് ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് വിശ്വാമിത്രൻ ഗംഗയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു. പരമശിവൻ തപസ് അനുഷ്ഠിക്കുന്നു. അപ്പോൾ തങ്ങളുടെ രക്ഷയ്ക്കൊരു സേനാധിപനായ ദേവൻ വേണമെന്ന് ദേവന്മാർ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. ശിവ തേജസ് കൊണ്ട് ആകാശഗംഗ ഗർഭം ധരിക്കുക എന്നത് മാത്രമേ ഒരു പരിഹാരമായി ബ്രഹ്മാവ് കണ്ടുള്ളൂ. പാർവതീദേവിയുടെ ശാപത്താൽ ദേവസ്ത്രീകൾ ഗർഭവതികളാവുകയുമില്ലല്ലോ. അങ്ങനെ ചെയ്യാമെന്ന് ഗംഗാദേവി ഏറ്റു. അഗ്നിദേവൻ ശിവ തേജസ്സിനെ ദേവിയിൽ നിക്ഷേപിച്ചു. പക്ഷേ അത് താങ്ങുവാനുള്ള ശക്തി ഗംഗയ്ക്കില്ലായിരുന്നു. ദേവി അത് അഗ്നിദേവൻ്റെ നിർദ്ദേശാനുസരണം ഹിമാലയ സാനുക്കളിൽ വിസർജിച്ചു. അതിൽ വെളുത്തത് വെള്ളിയും ചുവന്നത് തങ്കവുമായി. അഴുക്കിൽ നിന്ന് തകരവും
ഈയവും രൂപം കൊണ്ടു. അന്നു മുതലാണ് ഭൂമിയിൽ ധാതുക്കൾ ഉണ്ടായത്. ആ സമയം ശിവ തേജസ്സിനാലുണ്ടായ ശരവണ പർവ്വതത്തിന് മുകളിൽ കോമളനായ ഒരു ബാലൻ കിടക്കുന്നത് കാണായി. ബ്രഹ്മാവ് അവന് കാർത്തികേയൻ എന്ന് പേരിട്ടു. മുലയൂട്ടുവാൻ ബ്രഹ്മാവ് ഏൽപ്പിച്ച 6 ദേവിമാരുടെയും മുല ചുരന്നു. 6 മുഖങ്ങൾ കൊണ്ട് അവൻ 6 ദേവിമാരുടെയും മുല കുടിച്ചു. അവനാണ് പിന്നീട് ദേവന്മാരുടെ സേനാപതിയായ ആറുമുഖൻ. കാർത്തികേയന്റെ ചരിത്രം ശ്രവിക്കുന്നവർ പാപങ്ങളിൽ നിന്നും മുക്തരാവും. അടുത്ത ഭാഗം സഗരപുത്രോത്പത്തി. അതിനെ തുടർന്ന് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തത് സഗര രാജാവിൻ്റെ കഥയാണ്. പണ്ട് അയോധ്യയിൽ സഗരൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. പ്രജാസുഖ തത്പരനായ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ല. കേശിനിയും സുമതിയുമായിരുന്നു ഭാര്യമാർ. അദ്ദേഹം പത്നിമാരൊത്ത് ഹിമാലയത്തിൽ 100 വർഷം തപസ്സനുഷ്ഠിച്ചു. ഭൃഗുമുനി പ്രത്യക്ഷനായി രാജാവിനെ അനുഗ്രഹിച്ചു. രാജാവിൻ്റെ പത്നിമാരിൽ ഒരാൾ വംശസ്ഥാപകനായ ഒരുണ്ണിയെയും മറ്റവൾ 60,000 മക്കളെയും പ്രസവിക്കുമെന്ന് മുനി വരം നൽകി. ഇത് തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അവർക്ക് തന്നെ നൽകി. കേശിനി വംശകരനായ മകനെയും സുമതി 60,000 പുത്രന്മാരെയും യാചിച്ചു. കാലം കഴിഞ്ഞപ്പോൾ കേശിനി അസമജ്ഞനെ പ്രസവിച്ചു. സുമതിക്ക് ഒരു മാംസപിണ്ഡമാണ് പിറന്നത്. അതിൽ നിന്ന് 60,000 പുത്രന്മാർ പുറത്തു വന്നു. അസമജ്ഞൻ ആകട്ടെ ക്രൂരനും താല്പര്യമില്ലാത്തവനുമായി വളർന്നു. സർവ്വജനങ്ങളും അവനെ വെറുത്തു. അവൻ്റെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ സഗരൻ അവനെ പുറന്തള്ളി. അസമജ്ഞൻ്റെ പുത്രൻ അംശുമാൻ തേജസ്വിയും ഉത്തമനുമായിരുന്നു. എല്ലാവരും അവനെ ഇഷ്ടപ്പെട്ടു. സഗരൻ അശ്വമേധയാഗം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. പുരോഹിതന്മാരുമായി ആലോചിച്ച് യാഗകർമ്മങ്ങൾ ആരംഭിച്ചു. അശ്വവുമായി ചുറ്റിക്കറങ്ങിയത് അംശുമാനാണ്. എന്നാൽ മായ കൊണ്ട് രാക്ഷസവേഷത്തിൽ വന്ന ദേവേന്ദ്രൻ കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് കടന്നു. പുരോഹിതന്മാർ അത് കണ്ട് മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു. യജ്ഞം മുടങ്ങുമെന്ന് ഭയപ്പെട്ട രാജാവ് തൻ്റെ 60,000 മക്കളെയും അശ്വത്തെ കണ്ടുപിടിക്കുന്നതിനായി അയച്ചു. കുതിരയെ കൊണ്ടുവരുന്നതുവരെ അംശുമാനോടൊപ്പം താൻ വ്രതമനുഷ്ഠിച്ച് യജ്ഞശാലയിലിരിക്കും എന്ന് രാജാവ് പുത്രന്മാരോട് പറഞ്ഞു. രാജകുമാരന്മാർ ഭൂമി മുഴുവൻ പരതി. ഒടുവിൽ ഭൂമി കുഴിച്ച് പാതാളത്തിലുമെത്തി. അവരെ ഭയന്ന ദേവഗന്ധർവന്മാർ വിധാതാവിൻ്റെ മുന്നിൽ അഭയം പ്രാപിച്ചു പറഞ്ഞു, ഭൂമി കുഴിച്ച് പാതാളത്തിലുള്ളവരെ ഇവരാണ് കുതിരയെ കട്ടത് എന്ന് പറഞ്ഞ് സഗരകുമാരന്മാർ വധിക്കുകയാണ്. അങ്ങ് എങ്ങനെയും രക്ഷയ്ക്കെത്തണം. ബ്രഹ്മാവ് അവരെ ആശ്വസിപ്പിച്ചു. ഈ ലോകം മുഴുവൻ വസുവിൻ്റേതാണ്. വസുവിൻ്റെ ധർമ്മപത്നിയാണ് ഭൂമിദേവി. കപിലരൂപധാരിയായാണ് ഭഗവാൻ ഭൂമിയെ ധരിക്കുന്നത്. സകരപുത്രന്മാർ ഭഗവാന്റെ കോപത്തിനിരയായിക്കൊള്ളും. ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയി. കുതിരയെ കാണഞ്ഞ് കുമാരന്മാർ സഗരൻ്റെ മുൻപിലെത്തി. അവരെ അന്വേഷണത്തിനായി സഗരൻ വീണ്ടും അയച്ചു. അവർ 4 ദിക്കും കുഴിച്ചു. അങ്ങനെ കുഴിച്ചു ചെന്നപ്പോഴാണ് വിരൂപാക്ഷൻ എന്ന ആന ഭൂമിയെ താങ്ങി നിൽക്കുന്നതായി കണ്ടത്. വളരെ കാലം താങ്ങി നിൽക്കുമ്പോൾ വിശ്രമത്തിനായി ശിരസ് അല്പമൊന്ന് മാറ്റാറുണ്ട്. അപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. അവർ ആ മഹാഗജത്തെ പ്രദക്ഷിണം വെച്ചു. പിന്നെ തെക്കേ ദിക്ക് കുഴിച്ചു. അവിടെ മഹാപത്മം എന്ന മഹാഗജത്തെ കണ്ടു. പടിഞ്ഞാറ് ഭാഗം കുഴിച്ചപ്പോൾ
സൗമനസ് എന്ന ഗജത്തെയും വടക്കുഭാഗം കുഴിച്ചപ്പോൾ ഭദ്രൻ എന്ന ഗജത്തെയും അവർ കണ്ടു. വേറൊരിടം അവർ ആഴത്തിൽ കുഴിച്ചപ്പോൾ അവിടെ അമേയനായ വാസുദേവൻ ഇരിക്കുന്നത് കണ്ടു. അടുത്തു തന്നെ അശ്വം മേഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു. ആക്രമിക്കാനായി പാഞ്ഞു വരുന്ന സഗര തനയന്മാരെ ഒരൊറ്റ ഹുങ്കാരത്തിൽ ശ്രീ വാസുദേവൻ വെണ്ണീറാക്കി. പുത്രന്മാരുടെ വിവരമൊന്നും അറിയാതെ വിഷമിച്ച സഗരൻ അംശുമാനെ അന്വേഷണത്തിനയച്ചു. അംശുമാൻ പോയ വഴി കണ്ടുപിടിച്ചു. അങ്ങനെ അംശുമാൻ ദിഗ്ഗജങ്ങളെ കണ്ടു. അവരെ വേണ്ട വിധത്തിൽ ആദരിച്ചപ്പോൾ പിതാക്കന്മാർ ദഹിച്ചു കിടന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. പിതാക്കന്മാർക്ക് ശേഷക്രിയ നടത്തുന്നതിന് ജലം അന്വേഷിച്ചു നടന്ന അംശുമാനെ ഗരുഡൻ കണ്ടു. കപില ശാപത്താൽ ഭസ്മമാക്കപ്പെട്ടവർക്ക് ഉദകക്രിയ ചെയ്യണമെങ്കിൽ അത് ഗംഗയിൽ തന്നെ വേണമെന്ന് ഗരുഡൻ ഉപദേശിച്ചു. അങ്ങനെ ചെയ്താലേ അവർക്ക് മുക്തി ലഭിക്കൂ എന്നും പക്ഷിശ്രേഷ്ഠൻ പറഞ്ഞു. ഉടനെ അശ്വത്തെ കൊണ്ടുപോയി യാഗം പൂർത്തിയാക്കുകയാണ് വേണ്ടതെന്ന് ഗരുഡൻ്റെ അഭിപ്രായം കുമാരൻ ശരിവെച്ചു. അംശുമാൻ അശ്വവുമായി സഗരൻ്റെ അടുത്തെത്തി വിവരം ധരിപ്പിച്ചു. സഗരൻ യാഗം പൂർത്തിയാക്കി സ്വർഗത്തു നിന്നും ഗംഗയെ ഭൂമിയിൽ എങ്ങനെ എത്തിക്കുമെന്നോർത്ത് ആ മഹാരാജാവ് വിഷണ്ണനായി. ഏറെ കഴിയും മുമ്പ് അദ്ദേഹം സ്വർലോകം പോകുകയും ചെയ്തു. അടുത്ത ഭാഗം ഭഗീരഥോത്പത്തി. അംശുമാൻ രാജാവായി. അംശുമാൻ്റെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുത്രൻ ദിലീപൻ നാടു ഭരിച്ചു. അവർക്ക് 2 പേർക്കും സഗരപുത്രന്മാർക്ക് ഉദകക്രിയ നടത്തുവാൻ കഴിഞ്ഞില്ല. ദിലീപന് ഏറ്റവും ധർമ്മിഷ്ഠനായ ഒരു മകൻ പിറന്നു, ഭഗീരഥൻ. അനേകം യാഗങ്ങൾ നടത്തി യശസ്സു നേടിയ ദിലീപൻ വാർദ്ധക്യസഹജമായ രോഗത്തിൽ സ്വർഗം പോകി. ഭഗീരഥൻ കുറച്ചുകാലം രാജ്യം ഭരിച്ചു. അദ്ദേഹം സന്താനഭാഗ്യമുണ്ടാകാത്തതിൽ ദുഃഖിതനായിരുന്നു. ഭരണം മന്ത്രിമാരെ ഏൽപ്പിച്ച് ഭഗീരഥൻ ഘോര തപസ്സിനായി പോയി. ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ഇങ്ങനെ വരം ചോദിച്ചു: പ്രഭോ, എൻ്റെ പിതാമഹന്മാർക്ക് പുണ്യം ലഭിക്കാൻ ഗംഗാനദി അവരുടെ ദേഹഭസ്മത്തിൽ പതിക്കണം. അതിനായി ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കണം. മാത്രമല്ല, ഇക്ഷ്വാകുകുലം നിലനിർത്താൻ എനിക്ക് പുത്രലബ്ധിയുണ്ടാകുവാനും വരം നൽകി അനുഗ്രഹിക്കണേ. സംപ്രീതനായ ബ്രഹ്മാവ് ഗംഗാദേവിയെ വിളിച്ചു ഭൂമിയിലേക്ക് ഒഴുകുവാൻ ആജ്ഞ കൊടുത്തു. പക്ഷെ ഹിമവാന്റെ പുത്രിയായ ഗംഗയെ താങ്ങുവാൻ ഭൂമി അശക്തയാണ്. ഗംഗയെ താങ്ങാൻ ശ്രീ പരമേശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ. ഇതറിഞ്ഞ ഭഗീരഥൻ മഹേശ്വരനെ കഠിന തപസ്സിലൂടെ പ്രീതിപ്പെടുത്തി. ഗംഗയെ തൻ്റെ ശിരസിൽ വഹിച്ചു കൊള്ളാമെന്ന് പരമശിവൻ ഭഗീരഥന് വാക്കു കൊടുത്തു. എന്നാൽ പരമശിവനെ തൻ്റെ പ്രവാഹത്തിൽ ഒഴുക്കിക്കളയണമെന്ന് അഹങ്കാരത്തോടെ ദേവി തീരുമാനിച്ചു. ദേവിയുടെ തീരുമാനം മനസ്സിലാക്കിയ മഹാദേവൻ ജഡ നിവർത്തി ഹിമാലയ തുല്യനായി നിലകൊണ്ടു. ഗംഗയുടെ അഹങ്കാരം കുറയ്ക്കണമെന്ന് കരുതുകയും ചെയ്തു. പുണ്യവതിയായ ഗംഗ പുണ്യസ്ഥലമായ ശിവമൂർധാവിലേക്ക് മുഴുവൻ ശക്തിയും സമാഹരിച്ച് പതിച്ചു. എന്നാൽ ജടയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി കാണാതെ വിഷമിച്ചുപോയി ദേവി. ശിവന്റെ ഉച്ചിയിലേക്ക് വീണ ഗംഗ ഒരു വഴിക്കും പുറത്തു വരുന്നില്ല എന്ന് കണ്ട് ഭഗീരഥൻ വിഷമിച്ചു. കാര്യം മനസ്സിലാക്കിയ ആ രാജാവ് മനസ്സ് മടുക്കാതെ തപസ് ചെയ്ത് പരമേശ്വരനെ വീണ്ടും പ്രീതിപ്പെടുത്തി. സ്വർഗഗംഗ ബിന്ദു സരസിലേക്ക് ഒഴുകി തുടങ്ങി. അവിടുന്ന് അത് 7 കൈവഴികളായി പിരിഞ്ഞു. ഹ്ലാദിനി, പാവിനി, നളിനി എന്നിവ കിഴക്കോട്ടും സുജക്ഷുസ്, സീത, സിന്ധു എന്നിവ പടിഞ്ഞാറോട്ടും ഒഴുകി. 7ാമത്തെ ചാല ഭഗീരഥൻ്റെ രഥത്തെ പിന്തുടർന്നു. ഭഗീരഥൻ്റെ പിന്നിൽ
ഇരു കരകളെയും തകർത്തുകൊണ്ട് നിർമ്മലമായ ജലം പാഞ്ഞു വന്നു. ദേവകൾ ആകാശത്തുനിന്ന് അതിവിസ്മയത്തോടെ ഈ കാഴ്ച കണ്ടു. ശാപമേറ്റ് ഭൂമിയിൽ പതിച്ചവർ ഗംഗാജലം സ്പർശിച്ചതോടെ ശാപവിമുക്തരായി. ഭൂമിയിൽ ജീവികൾ ആർത്ത് സന്തോഷിച്ചു. ഈ യാത്രക്കിടയിൽ ഗംഗ ജഹ്നു മുനിയുടെ ആശ്രമവും തകർത്തു കളഞ്ഞു. കോപിഷ്ഠനായ മുനി ഗംഗാജലം മുഴുവൻ കുടിച്ചു വറ്റിച്ചു. ദേവന്മാർ അത് മുനിയുടെ പുത്രി തന്നെ എന്ന് പറഞ്ഞതിൽ സന്തോഷിച്ച മുനി ചെവിയിൽ കൂടി ഗംഗയെ പുറത്തേക്ക് പ്രവഹിപ്പിച്ചു. അന്നു മുതൽ ജാഹ്നവി എന്ന പേർ ഗംഗയ്ക്ക് ലഭിച്ചു. ഭാഗീരഥനെ പിന്തുടർന്ന് കടലിലൂടെ ഗംഗ പാതാളത്തിലെത്തി. ഗംഗാ നദിയെ മുതുമുത്തച്ഛന്മാരുടെ ദേഹഭസ്മത്തിന് മുകളിലൂടെ ഭഗീരഥൻ ഒഴുക്കി. അതോടെ അവർക്ക് മുക്തി ലഭിക്കുകയും ചെയ്തു. ഇതു കണ്ട ബ്രഹ്മാവ് സന്തോഷത്തോടെ ഭഗീരഥനെ അഭിനന്ദിച്ചു. ഉണ്ണി, നിന്റെ ശ്രമത്താൽ സകരപുത്രന്മാർ സ്വർഗത്തിലെത്തി. നീ അസാധാരണമായ പ്രതിജ്ഞയാണ് നിർവഹിച്ചത്. നിന്നെപ്പോലെ തപസിദ്ധിയുള്ള നിന്റെ പിതാവ് ദിലീപനും മുത്തച്ഛൻ അംശുമാനും സാധിക്കാത്തതാണ് ഇക്കാര്യം. ഭൂമിയിൽ ആർക്കും ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുകയില്ല നിനക്കല്ലാതെ. നീ ഉദകക്രിയ നടത്തി അരമനയിലേക്ക് മടങ്ങൂ. ഭഗീരഥൻ ഉദകക്രിയ നടത്തി രാജ്യഭാരം വീണ്ടെടുത്തു. അതോടെ ഭഗീരഥി എന്ന പേർ ഗംഗയ്ക്ക് ലഭിക്കുകയും ചെയ്തു. രാമ ഗംഗാ ചരിതം ഭക്തിയോടെ കേട്ടാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. ആയുസ്സും യശസ്സും വർദ്ധിക്കുകയും ചെയ്യും. വിശ്വാമിത്രൻ കഥ പറഞ്ഞു തീർന്നപ്പോഴാണ് സന്ധ്യയായി എന്ന വിവരം തന്നെ കുമാരന്മാരറിഞ്ഞത്. അടുത്ത ഭാഗം പാലാഴി മഥനം. പിറ്റേന്ന് പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് അവർ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഗംഗ കടന്ന് വിശാലപുരിയിലെത്തി. വിശാലപുരിയെക്കുറിച്ച് വിശ്വാമിത്ര മഹർഷി വിവരിച്ചു. കൃതയുഗത്തിൽ ദിതിയുടെയും അദിതിയുടെയും പുത്രന്മാർ ജരാനരകളിൽ നിന്ന് രക്ഷ നേടാൻ മാർഗമെന്തെന്ന് ആലോചിച്ചു. അവർ പാലാഴി കടഞ്ഞ അമൃത് ഭക്ഷിക്കുവാൻ തീരുമാനിച്ചു. മന്ദരപർവ്വതം കടകോലായും വാസുകി കയറായും അവരുപയോഗിച്ചു. 1000 വർഷം കഴിഞ്ഞപ്പോൾ വാസുകി ഹാലാഹലം എന്ന വിഷം ഛർദ്ദിച്ചു. അതിൻ്റെ ശക്തിയിൽ ഭൂമി തന്നെ കരിഞ്ഞ് ചാമ്പലാകുമെന്ന നില വന്നു. വിഷ്ണു പരമശിവനെ കണ്ട് ലോകത്തെ രക്ഷിക്കാനായി അങ്ങ് ഈ കൊടിയ വിഷം കഴിക്കണം എന്ന് അപേക്ഷിച്ചു. മഹേശ്വരൻ ഹലാഹലം വിഴുങ്ങി പാലാഴി മഥനം വീണ്ടും തുടർന്നു. കുറേ വർഷത്തിനു ശേഷം മന്ദരപർവ്വതം കടലിലേക്ക് ആണ്ടുപോയി. ദേവാസുരന്മാർ ആകെ വിഷമിച്ചു. ഈ സമയം മഹാവിഷ്ണു ആമയുടെ രൂപത്തിൽ കടലിലാണ്ട് മന്ദരപർവ്വതത്തെ മുകളിലേക്ക് ഉയർത്തി. 1000 വർഷം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠാദേവി ഉയർന്നു വന്നു. പിന്നെ പാരിജാതം എന്ന കൽപ്പവൃക്ഷവും കാമധേനുവും ഐരാവതവും പാലാഴിയിൽ നിന്ന് ജനിച്ചു. വീണ്ടും 1000 ആണ്ട് കടന്നപ്പോൾ അതീവ തേജസ്സോടെ ധന്വന്തരി മൂർത്തി പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. അതിനെ തുടർന്ന് അതീവ ലാവണ്യവതികളായ സ്ത്രീകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇവരാണ് അപ്സരസ്സുകൾ. അവരെ തുടർന്ന് വരുണപുത്രിയായ വാരുണിയും സോമദേവനും ദിവ്യ തേജസ്സുള്ള ഉച്ചൈശ്രവസ് എന്ന കുതിരയും കൗസ്തുഭരത്നവും പ്രത്യക്ഷമായി. ഏറ്റവും ഒടുവിൽ ദേവാസുരന്മാർ മോഹിച്ച അമൃതകുംഭവും ഉയർന്നു വന്നു. അപ്സരസ്ത്രീകളെ മാത്രം ആരും സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവർ പൊതു സ്വത്തായി തീർന്നു. വാരുണിയെ വിവാഹം കഴിക്കാൻ അസുരന്മാർ തയ്യാറായില്ല. ദേവന്മാർ അവളെ വരിച്ചു. വാരുണിയെ ഉപേക്ഷിച്ചവർക്ക് അസുരന്മാരെന്നും സ്വീകരിച്ചവർക്ക് സുരന്മാരെന്നും പേർ ലഭിച്ചു. വിഷ്ണു ഭഗവാന് കൗസ്തുഭത്തെയും ദേവേന്ദ്രന് ഉച്ചൈശ്രവസ്സിനെയും
മഹാദേവന് ചന്ദ്രനെയും ദേവന്മാർ സമ്മാനിച്ചു. പാലാഴി പിന്നെയും കടഞ്ഞു. അപ്പോഴാണ് ചെന്താമരപ്പൂവിൽ ലക്ഷ്മി ദേവി അവതരിച്ചത്. പഴുപ്പിച്ചെടുത്ത കനകത്തിൻ്റെ ശോഭയാർന്ന ദേവി സർവലക്ഷണങ്ങളും ഒത്തുചേർന്നവളായിരുന്നു. ദേവി മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ പ്രവേശിച്ചു. അമൃത് കണ്ടതോടെ ദേവാസുരന്മാർ തമ്മിൽ കലഹം തുടങ്ങി. അത് കണ്ട വിഷ്ണു ഭഗവാൻ മോഹിനി വേഷം ധരിച്ച് അമൃത് എടുത്തുകൊണ്ട് പോന്നു. അസുരന്മാർ ഒന്നിച്ചെതിർത്തെങ്കിലും അവരെ നിഗ്രഹിച്ച് വിഷ്ണു അമൃത് ദേവന്മാർക്ക് നൽകി. അതിഥിയുടെ മക്കൾ തൻ്റെ മക്കളെ നിഗ്രഹിച്ചതിൽ ദുഃഖിതയും കോപാകുലയുമായ ദിതി കശ്യപ പ്രജാപതിയുടെ മുന്നിൽ സങ്കടം പറഞ്ഞു. പ്രഭോ, എനിക്ക് ദേവേന്ദ്രനെ വെല്ലാൻ കേൾപ്പുള്ള മകനെ നൽകി അനുഗ്രഹിക്കണം. എന്ത് ത്യാഗവും അതിനായി സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. 1000 സംവത്സരം തപസ്സു ചെയ്താൽ അത്തരത്തിലുള്ള മകനെ ദീദിക്ക് ലഭിക്കുമെന്ന് കശ്യപൻ അനുഗ്രഹിച്ചു. ദീദി കുശപ്ലവത്തിലെത്തി കഠിന തപസ് അനുഷ്ഠിച്ചു. ദേവേന്ദ്രൻ അപകടം മനസ്സിലാക്കി. എങ്ങനെയും തപസ് മുടക്കാൻ ദേവേന്ദ്രൻ തീരുമാനിച്ചു. അതിനായി ദീതിയുടെ കൂടെ എത്തി അവളെ ശുശ്രൂഷിച്ചു തുടങ്ങി. ഹോമത്തിനു വേണ്ട സാമഗ്രികൾ ഇന്ദ്രൻ തന്നെ പതിവായി എത്തിച്ചു കൊടുത്ത് ദിതിയെ സഹായിച്ചു. കശ്യപൻ പറഞ്ഞതനുസരിച്ച് ഇനി 10 വർഷം കൂടി കഴിഞ്ഞാൽ ദിതിക്ക് പുത്രൻ പിറക്കും. ദിതി ഏറെ സന്തോഷിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കാലിൽ തലചായ്ച്ച് മയങ്ങുകയായിരുന്നു ദിതി. ഈ സമയം കെട്ടിവെച്ചിരുന്ന മുടി അഴിഞ്ഞ് പാദങ്ങളിൽ വീണു. അശുദ്ധമായ ആ നില കണ്ടതും ദേവേന്ദ്രൻ ദിതിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ വജ്രായുധം കൊണ്ട് 7 നുറുക്കി. കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് ഉണർന്ന ദിതിയിൽ നിന്നും ദേവേന്ദ്രൻ പുറത്തു ചാടി. ഗർഭസ്ഥ ശിശുവിനെ 7 നുറുക്കിക്കളഞ്ഞെന്ന് പറഞ്ഞു. ദുഃഖിതയും വിവശയുമായ ദിതി ആ 7 പേരും 7 സ്ഥാനങ്ങളിൽ ദിവ്യരൂപത്തോടെ വസിക്കട്ടെ എന്ന് അപേക്ഷിച്ചു. അവരെയാണ് മരുത്തുകൾ എന്ന് പറയുന്നത്. തൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഗർഭസ്ഥ ശിശുവിനെ ദേവേന്ദ്രൻ ആക്രമിച്ചത് എന്ന് മനസ്സിലാക്കിയ ആ മാതാവ് ഇന്ദ്രന് മാപ്പും നൽകി. തൻ്റെ മക്കളെല്ലാം ദേവന്മാരായിരിക്കണം എന്നും ആ അമ്മ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ ഇളയമ്മയെ അനുഗ്രഹിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ്റെ ശുശ്രൂഷയിൽ ദിതി തപസ്സനുഷ്ഠിച്ച സ്ഥലമാണിത്. ഈ വിശാലപുരി നിർമ്മിച്ചത് ഇക്ഷ്വാകുകുലത്തിലെ വിശാലൻ എന്ന രാജാവാണ്. ആ വംശപരമ്പരയിൽപ്പെട്ട സുമതിയാണ് ഇപ്പോൾ രാജ്യഭാരം നടത്തുന്നത്. കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും സുമതിയുടെ രാജധാനി അടുത്തെത്തിയിരുന്നു. അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും രാജാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു. സുമതിയുടെ സൽക്കാരത്തിനു ശേഷം അവർ ആ രാത്രി അവിടെ തങ്ങി. പിറ്റേന്ന് മിഥിലയിലേക്കുള്ള യാത്ര തുടങ്ങി. അടുത്തത് അഹല്യാശാപമോക്ഷം. വേഗത്തിൽ യാത്ര തുടർന്ന വിശ്വാമിത്രനും സംഘവും ആളൊഴിഞ്ഞ ഒരാശ്രമത്തിന് മുന്നിലെത്തി. ആ ആശ്രമം എന്തിനാണ് മുനിമാർ ഉപേക്ഷിച്ചതെന്ന് രാമൻ ചോദിച്ചു. ഗൗതമ മഹർഷി തപസ് ചെയ്തിരുന്ന ആശ്രമമാണതെന്നും പണ്ട് ദേവന്മാർ കൂടി ആരാധിച്ചിരുന്ന ഇടമായിരുന്നു അതെന്നും മഹർഷി പറഞ്ഞു. ഇങ്ങനെ ഉപേക്ഷിക്കാനുണ്ടായ സംഭവങ്ങളും കുമാരന് മഹർഷി വിവരിച്ചു കൊടുത്തു. ഗൗതമ മുനി ധർമ്മപത്നിയായി അഹല്യാദേവിയോടൊത്ത് ആശ്രമത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഒരു ദിവസം മുനീന്ദ്രൻ ദൂരത്തെവിടേക്കോ പോയിരിക്കുകയായിരുന്നു. ആ തക്കം നോക്കി ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷം ധരിച്ച് അഹല്യയുടെ അടുത്തെത്തി. ഋതുകാലം നോക്കി കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. നിന്നെ പ്രാപിക്കാനാണ് ഞാനിപ്പോൾ വന്നത് എന്ന് പറഞ്ഞു. മുനിവേഷത്തിൽ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ദേവേന്ദ്രനാണെന്ന് അറിഞ്ഞിട്ടും അഹല്യ ദേവേന്ദ്രൻ്റെ താല്പര്യത്തിന് വഴങ്ങി. മുനിശ്രേഷ്ഠൻ എത്താറായി. അങ്ങുടനെ ഇവിടെ നിന്നും രക്ഷപ്പെടണം, അഹല്യ ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ പെട്ടെന്ന് ആശ്രമത്തിന് വെളിയിലിറങ്ങി. ഗൗതമനോടുള്ള ഭയം ഉള്ളിലുണ്ട്
എന്നാൽ പുറത്തിറങ്ങിയപ്പോഴേ കണ്ടത് ഗൗതമ മുനിയെയാണ്. മുനിവേഷത്തിൽ വിളറി വിരണ്ടു നിൽക്കുന്ന ഇന്ദ്രനെ ഗൗതമൻ കണ്ടു. ദുഷ്ട, എൻ്റെ വേഷത്തിൽ വന്ന് അധർമ്മം ചെയ്ത നീ വൃഷണമില്ലാത്തവനായി പോകട്ടെ, മഹർഷി പറഞ്ഞു തീർന്നതും ഇന്ദ്രൻ്റെ വൃഷണം ഭൂമിയിൽ പതിച്ചു. തുടർന്ന് പേടിച്ചരണ്ടു നിൽക്കുന്ന അഹല്യയെയും അദ്ദേഹം ശപിച്ചു. മറ്റാർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ വായു മാത്രം ഭക്ഷിച്ച് 1000 സംവത്സരം നീ ഇവിടെ കിടക്കട്ടെ. ഈ കൊടുങ്കാട്ടിൽ ദശരഥപുത്രനായ രാമൻ എന്ന് വരുമോ അന്ന് നിനക്ക് മോചനം കിട്ടും. അപ്പോൾ തന്നെ ആശ്രമം ഉപേക്ഷിച്ച ഗൗതമ മഹർഷി ഹിമശൈലത്തിലേക്ക് പോയി. ഗൗതമന്റെ തപസ് മുടക്കുവാൻ പോയ തനിക്ക് ശാപം ലഭിച്ച കാര്യം അഗ്നിദേവനെ ഇന്ദ്രൻ അറിയിച്ചു. ഇന്ദ്രനോട് ആടിൻ്റെ വൃഷണമെടുത്ത് വയ്ക്കുവാൻ ബ്രഹ്മാവ് ഉപദേശിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞതനുസരിച്ച് രാമൻ ഗൗതമാശ്രമത്തിൽ പ്രവേശിച്ചു. രാമപാദ സ്പർശമേറ്റ് അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു. ദേവി രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമസ്കരിച്ചു. പിന്നീട് ഗൗതമ മഹർഷിയോടൊപ്പം രാമനെ യഥാവിധി പൂജിച്ചു. അത് കഴിഞ്ഞ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരുമായി മിഥിലാപുരിയിലേക്ക് പോയി. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ഭാഗം കേൾപ്പിക്കാം. അടുത്ത ഭാഗം മിഥിലാപുരി പ്രവേശമാണ് വായിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകുക. താങ്ക് യു ഫോർ വാച്ചിങ്.